പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ബ്രേക്ക്ഔട്ട് കാണുന്നു. ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു വാങ്ങിക്കൂ വാങ്ങിക്കൂ. നിങ്ങൾ ആവേശത്തിൽ വലിയ ട്രേഡ് എടുക്കുന്നു, എന്നാൽ കണ്ണടച്ച് തുറക്കും മുമ്പ് മാർക്കറ്റ് തല കീഴായിട്ട് മറിഞ്ഞ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. പണം പോയി നിങ്ങൾ നിരാശനായി നോക്കി നിൽക്കുമ്പോൾ മാർക്കറ്റ് അതേ നിമിഷം നിങ്ങൾ ആദ്യം കരുതിയ ദിശയിലേക്ക് ഒരു റോക്കറ്റ് പോലെ കുതിച്ചു പായും. ഇത് നിങ്ങൾക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല, അതുപോലെ തന്നെ യാദൃശ്ചികവുമല്ല. വലിയ സാമ്പത്തിക സ്ഥാപനങ്ങൾ, അതായത് സ്മാർട്ട് മണി, നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ട്രേഡർമാരെ മാർക്കറ്റിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി വളരെ തന്ത്രപരമായിട്ട് നീക്കുന്ന ഒരു കെണിയാണ്. ഇതിനെയാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഈ കെണിയുടെ പിന്നിലെ കളി എന്താണ് എന്ന് പൊളിച്ചെഴുതാൻ പോവുകയാണ്. എന്തിനാണ് ഭൂരിഭാഗം റീറ്റെയിൽ ട്രേഡർമാരും വീണു പോകുന്ന ഇൻഡ്യൂസ്മെന്റ് എന്ന പ്രലോഭനം മാർക്കറ്റിൽ ഉണ്ടാകുന്നത്? ഈ ചതിക്കുഴികൾ എങ്ങനെ മുൻകൂട്ടി തിരിച്ചറിയാം? അവരുടെ കെണിയിൽ വീഴാതെ അവർക്കൊപ്പം ചേർന്ന് എങ്ങനെ നമുക്കും ലാഭമുണ്ടാക്കാം? തീർച്ചയായിട്ടും ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്കും ഇരയുടെ സ്ഥാനത്ത് നിന്ന് മാറി കളി മനസ്സിലാക്കിയ ഒരാളായിട്ട് ട്രേഡ് ചെയ്യാൻ പഠിച്ചിരിക്കും. എന്താണ് ലിക്വിഡിറ്റി? എവിടെയാണ് ഈ പണം ഒളിച്ചിരിക്കുന്നത്? വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ട്രേഡിംഗിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണ് ലിക്വിഡിറ്റി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, എവിടെയാണോ നമ്മൾ കൂടുതൽ ഓർഡറുകൾ, അതായത് പണം കുമിഞ്ഞുകൂടിയിരിക്കുന്നത്, അതാണ് ലിക്വിഡിറ്റി. ഈ പണമാണ് മാർക്കറ്റിനെ മുന്നോട്ട് ചലിപ്പിക്കുന്നത്. അപ്പൊ നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ട്രേഡർമാരുടെ ഓർഡറുകൾ എവിടെയാണ് സാധാരണയായിട്ട് കാണുന്നത്? നമ്മളിൽ ഭൂരിഭാഗം പേരും എവിടെയാണ് ബൈ അല്ലെങ്കിൽ സെൽ ഓർഡറുകൾ വയ്ക്കുന്നത്? എല്ലാവർക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന സപ്പോർട്ട് എവിടെയാണ്? റെസിസ്റ്റൻസ് എവിടെയാണ്? ഒരു ട്രേഡിംഗ് ലൈനിന്റെ മുകളിലും താഴെയും, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും ഉയർന്ന വിലയിലും താഴ്ന്ന വിലയിലും, ഇവയിലൊക്കെയാണ് റീറ്റെയിൽ ട്രേഡർമാരുടെ ലക്ഷക്കണക്കിന് ഓർഡറുകളും സ്റ്റോപ്പ് ലോസുകളും ഒരുമിച്ച് കൂടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം സ്റ്റോപ്പ് ലോസുകളാണ്. ഒരു സ്റ്റോക്ക് വാങ്ങിയ ആൾ ഒരു പ്രധാന സപ്പോർട്ടിന് താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ അതൊരു സെൽ ഓർഡർ ആയിട്ട് അവിടെ കിടക്കും. അതുപോലെ തന്നെ ഒരു ഷോർട്ട് സെൽ ചെയ്യുന്ന ആൾ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ അതവിടെ ഒരു ബൈ ഓർഡർ ആയിട്ടും കിടക്കും. ഇങ്ങനെ ഒരേ വിലയുടെ അടുത്ത് ആയിരക്കണക്കിന് സ്റ്റോപ്പ് ലോസുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അതൊരു ലിക്വിഡിറ്റി പൂൾ, അതായത് പണത്തിന്റെ ഒരു വലിയ ശേഖരമായിട്ട് മാറും. ഈ പണമാണ് വലിയ പ്ലേയേഴ്സിന് വേണ്ടത്. വലിയ കളിക്കാരുടെ കളി ലിക്വിഡിറ്റിയുടെ കെണി. മ്യൂച്വൽ ഫണ്ടുകൾ, ഹെഡ്ജ് ഫണ്ടുകൾ, ബാങ്കുകൾ, ഇങ്ങനെയുള്ള വമ്പൻ സ്ഥാപനങ്ങൾക്ക് ആയിരക്കണക്കിന് കോടികളുടെ ഓർഡറുകളാണ് ഒരേ സമയം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അവർക്ക് നമ്മളെ പോലെ ഒറ്റയടിക്ക് മാർക്കറ്റ് വിലയിൽ ഓർഡർ ഇടാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ വില പെട്ടെന്ന് കുതിച്ച് മുകളിലേക്ക് പോവുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇത് അവരുടെ ലാഭം ഇല്ലാതാക്കും അല്ലെങ്കിൽ കുറയ്ക്കും. ഈ ഒരു പ്രശ്നം മറികടക്കാൻ അവർക്ക് വലിയ അളവിൽ ലിക്വിഡിറ്റി വേണം. അതായത് അവർക്ക് വാങ്ങണമെങ്കിൽ അത്രയും തന്നെ അളവിൽ വിൽക്കാൻ ആളുകൾ ആ ഒരു ചെറിയ പൈസയ്ക്ക് തയ്യാറായിരിക്കും. ഈ ലിക്വിഡിറ്റി അവർക്ക് എവിടെ നിന്ന് കിട്ടും? അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റീറ്റെയിൽ ട്രേഡർമാരുടെ സ്റ്റോപ്പ് ലോസുകൾ കുമിഞ്ഞുകൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ കഴുകൻ കണ്ണുകൾ എത്തിപ്പെടുന്നത്. ഇവിടെയാണ് അവരുടെ കളി തുടങ്ങുന്നത്. ഉദാഹരണത്തിന്, ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ ഒരു ഷോർട്ട് സെല്ലർമാരുടെ സ്റ്റോപ്പ് ലോസുകൾ, അതായത് ബൈ ഓർഡറുകൾ ഉണ്ടെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവർക്ക് ഒരു വലിയ സെൽ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവർ ആദ്യം ആ ഒരു വിലയെ മനഃപൂർവ്വം ആ ഒരു റെസിസ്റ്റൻസ് ലെവലിന് മുകളിലേക്ക് പമ്പ് ചെയ്ത് കൊണ്ടുപോകും. ഇതിനെയാണ് ലിക്വിഡിറ്റി സീപ്പ്, അതായത് സ്റ്റോപ്പ് ലോസ് ഹണ്ട് എന്ന് പറയുന്നത്. വില റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്നാമത്തേത്, ബ്രേക്ക് ഔട്ട് കണ്ട ആവേശത്തിൽ റീറ്റെയിൽ ട്രേഡർമാർ ബൈ ചെയ്യാൻ തുടങ്ങും. രണ്ടാമത്, ഷോർട്ട് സെൽ ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ആവും. അത് മാർക്കറ്റിലേക്ക് വീണ്ടും ബൈ ഓർഡറുകൾ കൊണ്ടുവരും. മാർക്കറ്റിൽ പെട്ടെന്നുണ്ടായ ഈ ഒരു ഡിമാൻഡ് ലിക്വിഡിറ്റി ഉപയോഗിച്ച് ആ വലിയ സ്ഥാപനം അവരുടെ കയ്യിലുള്ള ഭീമമായിട്ടുള്ള സെൽ ഓർഡറുകൾ പതിയെ വിറ്റൊഴിവാക്കും. അതായത് റീറ്റെയിലർമാർ വാങ്ങിക്കൂട്ടിയ അതേ സമയം സ്മാർട്ട് മണി വിറ്റഴിക്കുകയായിരിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതൊരു വ്യാജ ബ്രേക്ക്ഔട്ട് കാണിച്ച് നമ്മളെ തെറ്റായ ദിശയിലേക്ക് ട്രേഡ് എടുപ്പിക്കാനുള്ള ഒരു ടെംപ്ടേഷൻ ആണ്. ഇതിനെയാണ് ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയുന്നത്. അവരുടെ ഓർഡറുകൾ മുഴുവൻ വിറ്റ് തീർന്നു കഴിഞ്ഞാൽ അവർ മാർക്കറ്റിനെ അതിന്റെ യഥാർത്ഥ ദിശയിലേക്ക്, അതായത് താഴേക്ക് അതിശക്തമായിട്ട് കൊണ്ടുപോകും. ഫലമോ, ബ്രേക്ക്ഔട്ടിൽ വാങ്ങിയ റീറ്റെയിൽ ട്രേഡർമാർ കെണിയിൽപ്പെടുന്നു. അവരുടെ സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ആകുന്നു. നിങ്ങൾ കളിയിൽ നിന്ന് പുറത്തായ ശേഷമായിരിക്കും മാർക്കറ്റിലെ യഥാർത്ഥ നീക്കം തുടങ്ങുന്നത്. സെബിയെ പോലെയുള്ള റെഗുലേറ്റർമാർ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇത്തരം സ്ട്രാറ്റജീസ് പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും ഒക്കെ വിപണിയിൽ ഇപ്പോഴും ശക്തമായിട്ട് തുടരുന്നുണ്ട്. ചാർട്ടിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കെണി കണ്ടുപിടിക്കാവുന്നതാണ്. ഇവിടെ ഈ ഒരു ചാർട്ടിൽ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ബ്രേക്ക്ഔട്ടിന് ശേഷം മുകളിലേക്ക് പോകുമെന്ന് കരുതി ചാടിക്കേറിയ ഒരുപാട് പേരുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലിന് മുകളിൽ ഹിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് അതിനേക്കാൾ വേഗത്തിൽ താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. ഈ ചാർട്ടിൽ ഈ കെണികൾ എങ്ങനെ കണ്ടെത്താൻ കഴിയും? കെണി കണ്ടെത്താൻ പഠിച്ചാൽ നിങ്ങളുടെ നഷ്ടങ്ങൾ നമുക്ക് ഒഴിവാക്കാം. അതിലുപരി സ്മാർട്ട് മണിക്കൊപ്പം ലാഭമുണ്ടാക്കാനും ശ്രമിക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ ഇത് എങ്ങനെ കണ്ടെത്താമെന്ന് ഇവിടെ എളുപ്പത്തിൽ ഒരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. പ്രധാന ലെവലുകൾ നമ്മൾ ഫസ്റ്റ് കണ്ടെത്തുക, അവിടെ എങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ലിക്വിഡിറ്റി എവിടെയാണ് ഒരുങ്ങുന്നത് എന്ന് നമ്മൾ ആദ്യം തന്നെ കണ്ടെത്തണം.
വ്യക്തമായിട്ടുള്ള ഹൈ ലോ പോയിന്റുകൾ, ട്രെൻഡ് ലൈനുകൾ, സപ്പോർട്ട്, റെസിസ്റ്റൻസ് സോണുകൾ എന്നിവയാണ് നമ്മൾ ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിട്ട് കണ്ടെത്തേണ്ടത്. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ലെവൽ എത്രത്തോളം ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ അത്രത്തോളം ലിക്വിഡിറ്റി അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കെണിയുടെ ഒരു സൂചന നോക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ലെവലിന് മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ വില പെട്ടെന്ന് തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതാണ് ലിക്വിഡിറ്റി സ്വീപ്പിന്റെ ഏറ്റവും വലിയ ലക്ഷണം. വില ആ ബ്രേക്ക്ഔട്ട് ലെവലിൽ പിടിച്ചു നിൽക്കാതെ ഉടനെ തന്നെ റിവേഴ്സ് ആകും. അപ്പോ അവിടെ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇതൊരു കെണിയാണ്. വ്യാജ ബ്രേക്ക്ഔട്ടുകൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? മാർക്കറ്റ് കൺസോൾട്ടേഷന് ശേഷം പലപ്പോഴും ഒരു വ്യാജ ബ്രേക്ക്ഔട്ട് നടത്തി ലിക്വിഡിറ്റി എടുത്ത ശേഷമായിരിക്കും യഥാർത്ഥ ദിശയിലേക്ക് സ്റ്റോക്കുകൾ നീങ്ങുക. ഉദാഹരണത്തിന് താഴേക്കുള്ള ഒരു വലിയ വീഴ്ചയ്ക്ക് മുൻപ് മാർക്കറ്റ് ചെറുതായി മുകളിലേക്ക് പോയി അവിടെയുള്ള സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ചെയ്യിപ്പിച്ച് ഈ വ്യാജ മുന്നേറ്റമാണ് യഥാർത്ഥ കളിയുടെ തുടക്കം. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ റൗണ്ട് നമ്പറുകൾ. ബാങ്ക് നിഫ്റ്റിയിൽ 54,000, 55,000 പോലെയുള്ള റൗണ്ട് നമ്പറുകൾ ശക്തമായിട്ടുള്ള സൈക്കോളജിക്കൽ ലെവലുകളാണ്. ഭൂരിഭാഗം ട്രേഡർമാരും ഈ ലെവലുകളിൽ ഓർഡറുകൾ വെക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ലിക്വിഡിറ്റി സോണായിട്ട് പ്രവർത്തിക്കും. വില ഈ ലെവലുകളിൽ എത്തുമ്പോൾ ഒരു റിവേഴ്സൽ സാധ്യതയുണ്ടോ എന്ന് പ്രത്യേകിച്ച് നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും കെണി ഒഴിവാക്കി സ്മാർട്ട് മണിയുടെ കൂടെ എങ്ങനെ ട്രേഡ് ചെയ്യാം എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കെണിയിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ സ്മാർട്ട് മണിക്കൊപ്പം ട്രേഡ് ചെയ്യാനുമുള്ള സ്ട്രാറ്റജി ഇതാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ ലിക്വിഡിറ്റി ആകാതിരിക്കും. പകരം മറ്റുള്ളവരുടെ സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുക. പക്ഷേ ഓർക്കുക, ഒരു സ്ട്രാറ്റജിയും 100% വിജയകരമല്ല. തീർച്ചയായിട്ടും ഇതിന് കഠിനമായിട്ടുള്ള പരിശീലനം അത്യന്താപേക്ഷിതമാണ്. ഒന്നാമത്തെ സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള ബ്രേക്ക്ഔട്ടുകളിൽ എടുത്തു ചാടരുത്. ഒരു ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ട്രേഡ് എടുക്കാനുള്ള ആവേശം നിയന്ത്രിക്കുക. ഓർക്കുക, പല ബ്രേക്ക്ഔട്ടുകളും വ്യാജമാകാം. ആ ലെവലുകൾക്ക് മുകളിൽ പിടിച്ചു നിൽക്കുന്നുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ട്രാറ്റജി ലിക്വിഡിറ്റി സ്വീപ്പിനായിട്ട് കാത്തിരിക്കുക. നിങ്ങളൊരു പ്രധാന ലെവൽ, ഉദാഹരണത്തിന് ഒരു പ്രധാന ഹൈ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വില അതിന് മുകളിലായിട്ട് പോയി അവിടെയുള്ള സ്റ്റോപ്പ് ലോസുകൾ എടുക്കുന്നതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. മൂന്നാമത്തെ സ്ട്രാറ്റജി റിവേഴ്സൽ ആണ് നിങ്ങളുടെ എൻട്രി സിഗ്നൽ. ആ വില ആ ഒരു ഹൈ സ്വീപ്പ് ചെയ്ത ശേഷം തിരികെ ആ ലെവലിന് താഴേക്ക് വന്ന് ഒരു ബിയറിഷ് സൂചന, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കാണിക്കുകയാണെങ്കിൽ അതാണ് ആ ഒരു ഷോർട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് നമ്മൾ കാണേണ്ടത്. ആ ഒരു കെണി പൂർത്തിയായി സ്മാർട്ട് മണി അവരുടെ യഥാർത്ഥ ദിശയിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോകാൻ തയ്യാറായി കഴിഞ്ഞു. ഇത് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ലോ സ്വീപ്പ് ചെയ്ത ശേഷം ഒരു ബുള്ളിഷ് സൂചന കണ്ടാൽ അത് മാത്രം വാങ്ങാനുള്ള ഒരു സിഗ്നലാണ്. തീർച്ചയായിട്ടും സ്മാർട്ട് മണി അവിടെ ഒരു ബൈ ട്രേഡ് എടുത്തു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ രീതിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റുള്ള റീറ്റെയിൽ ട്രേഡർമാരുടെ നഷ്ടത്തിൽ നിന്നാണ് നിങ്ങളുടെ എൻട്രിക്ക് അവസരം കണ്ടെത്തുന്നത്. നിങ്ങൾ മാർക്കറ്റിന്റെ ഒഴുക്കിനെതിരെ നീന്തുകയല്ല, മറിച്ച് സ്മാർട്ട് മണി ഒരുക്കുന്ന വലിയ ഒഴുക്കിനൊപ്പം ചേരുകയാണ് ചെയ്യുന്നത്. ഈ ആശയങ്ങൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് പഠിച്ചെടുക്കാൻ വളരെ ഈസിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായിട്ടും ഒരുപാട് നമ്മൾ ട്രൈ ചെയ്താലും ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്താൽ മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു നല്ല എൻട്രി എടുക്കാനുള്ള പാഠം പഠിച്ചെടുക്കാൻ കഴിയുക. ഇവിടെ ഞാൻ 1-2 സിഗ്നലുകൾ കാണിച്ചു തരാം. എങ്ങനെയാണ് മാർക്കറ്റിൽ നിന്ന് ഹൈ അല്ലെങ്കിൽ ലോ ഫാൾസ് ബ്രേക്ക്ഔട്ടിന് ശേഷം കറക്റ്റ് ഡയറക്ഷനിലേക്ക് പോയത് എന്ന് കാണിച്ചു തരാം. 2 എക്സാമ്പിളുകൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ ബ്രേക്ക്ഔട്ടിന് ശേഷം കുറച്ച് അപ്പ് മൂവ്മെന്റ് ചെയ്തു. ഈ അപ്പ് മൂവ്മെന്റ് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവും. അവർ ഈ ഒരു ലെവലിന് താഴെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും ഈ ഒരു ലെവലിന് ശേഷം, ഈ ഒരു ഹൈ പോയതിനു ശേഷം ഇവിടുന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റിട്ടേൺ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഇത് വന്ന് ഇവിടെ ഈ ഒരു സ്റ്റോപ്പ് ലോസുകൾ മുഴുവൻ ഹണ്ട് ചെയ്ത് റിട്ടേൺ വീണ്ടും മുകളിലേക്ക് കുതിച്ചു പായുന്നതാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഷോർട്ട് ട്രേഡിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും മാർക്കറ്റ് ഷോർട്ട് വന്നു, മാർക്കറ്റ് ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് തിരിച്ച് മുകളിലേക്ക് കയറി ഇവിടെ ഈ സ്റ്റോപ്പ് ലോസുകളെല്ലാം ഹണ്ട് ചെയ്ത് തിരിച്ച് താഴേക്ക് വരികയാണ്. ഇവിടെയാണ് സ്മാർട്ട് മണിയുടെ ആക്ച്വൽ എൻട്രി. ഇവിടെ തന്നെയാണ് നമ്മളുടെയും ആക്ച്വൽ എൻട്രി വേണ്ടത്. തീർച്ചയായിട്ടും ഇതൊരു എക്സാമ്പിൾ ആണ്. ഇതുപോലെ എല്ലായ്പ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സ്മാർട്ട് മണിയുടെ മൂവ്മെന്റ് മറ്റ് സിഗ്നലുകളൊക്കെ നോക്കി നമ്മൾ മനസ്സിലാക്കി കൃത്യമായിട്ട് എൻട്രി എടുത്താൽ വളരെ നല്ല ഒരു സ്ട്രാറ്റജി നമുക്ക് വളർത്തിയെടുക്കാനും നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. നിഫ്റ്റിയിലെയും ബാങ്ക് നിഫ്റ്റിയിലെയും ചാർട്ടിലെ ഓരോ നീക്കത്തിന് പിന്നിലും ഓരോ കാരണങ്ങളുണ്ടാവും. പല ബ്രേക്ക്ഔട്ടുകളും റീറ്റെയിൽ ട്രേഡർമാരെ ലക്ഷ്യം വെച്ചിട്ടുള്ള കെണികളുമായിരിക്കും. യഥാർത്ഥമായിട്ട് പണം ഉണ്ടാക്കുന്നത് ഈ കെണികളൊക്കെ തിരിച്ചറിഞ്ഞ് സ്മാർട്ട് മണി എങ്ങോട്ടാണോ നീങ്ങുന്നത് ആ ദിശയിൽ ക്ഷമയോടെ ട്രേഡ് ചെയ്യുമ്പോഴാണ്. ഇന്ന് പഠിച്ച കാര്യങ്ങൾ ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ്, ലിക്വിഡിറ്റി സ്വീപ്പ് എന്നിവയാണ്. ഇവ നിങ്ങളുടെ ചാർട്ടുകളിൽ അടയാളപ്പെടുത്തി ബാക്ക് ടെസ്റ്റ് ചെയ്യുക, ചെറിയ തുക ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ചിന്താഗതിയെ ഒരു സാധാരണ റീറ്റെയിൽ ട്രേഡറിൽ നിന്ന് കളി മനസ്സിലാക്കി ട്രേഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററുടേതാക്കി മാറ്റിയെടുക്കുക. എല്ലാ ട്രേഡിങ്ങുകളിലും നഷ്ടസാധ്യത ഉണ്ടെന്നും ഒരു സ്ട്രാറ്റജിയും എപ്പോഴും വിജയിക്കില്ലെന്നും മനസ്സിൽ ഓർത്ത് വ്യക്തമായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഫ്യൂച്ചർ നിങ്ങൾക്ക് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയൊരു സ്ട്രാറ്റജിയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.
സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.